ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിലിതാ നിങ്ങൾക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഇംപ്രസീവ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക് എന്നിവയടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 1999 രൂപയ്ക്ക്. അപ്പോ ഹായ് ഓൾ, നമ്മൾ ഇന്ന് സെമി കണ്ടക്ടേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് നോക്കുന്നത്. അപ്പം ബേസിക്കലി ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് സെമി കണ്ടക്ടർ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇൻഡെപ്ത് സെമി കണ്ടക്ടേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് സെമി കണ്ടക്ടർ എന്ന് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഫിഗർ കാണിക്കുന്നത് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ ആണ്. ഓക്കെ, ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടെന്ന് അറിയാം, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടെന്ന് അറിയാം. സോ പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോൺസ് ചാർജ്ലെസ് ആണ്. സോ ഇനി ഇത് രണ്ടും കൂടാണ്ട് ആറ്റത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതിനകത്ത് ഇലക്ട്രോൺസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള എന്താണ് ഇമാജിനറി ഓർബിറ്റ് എന്നുള്ള ഒരു പ്ലേസിൽ ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഇലക്ട്രോൺസ് എന്താണ് ഓരോ ഓർബിറ്റിനനുസരിച്ച് കൗണ്ട് നമ്മൾ പ്ലേസ് ചെയ്താണ് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ ഉണ്ടാവുക. ഓക്കെ, അതിനകത്ത് ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിനെയാണ് നമ്മൾ വാലൻസ് ഓർബിറ്റ് അല്ലെങ്കിൽ വാലൻസ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വാലൻസ് ഓർബിറ്റ് എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ ഇവിടെ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം വാലൻസ് ഇലക്ട്രോൺസ് എവിടാണ് ഉള്ളത് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അറിയണം. സോ അതറിയാൻ വേണ്ടിയിട്ടാണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ നമ്മൾ ഫസ്റ്റ് നോക്കിയത്. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മള് നെക്സ്റ്റ് നോക്കുന്നത് എന്താണ് സെമി കണ്ടക്ടേഴ്സ്, വാട്ട് ആർ സെമി കണ്ടക്ടേഴ്സ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കും കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ ഇൻസുലേറ്റേഴ്സും നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ്. സോ കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും ബിഹേവിയറിന് മിഡിലായിട്ട് നിൽക്കുന്ന ബിഹേവിയർ ഉള്ള മെറ്റീരിയൽസ് ആണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമുക്കറിയാം കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ എബിലിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞത്. സോ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടിവിറ്റി ഒട്ടും ഇല്ലാത്ത മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ. സോ ഈ ഇൻസുലേറ്ററിന്റെ ബിഹേവിയറിനും കണ്ടക്ടേഴ്സിന്റെ ബിഹേവിയറിനും മിഡിലായിട്ട് നിൽക്കുന്നു. അതായത് മേ ബി അത് കണ്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാതിരിക്കാം, അങ്ങനെയുള്ളതായിരിക്കുമല്ലോ മിഡിലുള്ള ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. സോ അതാണ് സെമി കണ്ടക്ടറിന്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. സെർട്ടൈൻ കണ്ടീഷൻസിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അതായത് മിക്കവാറും ഇത് കണ്ടക്ട് ചെയ്യാതിരിക്കുമായിരിക്കും. സോ ചില കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസിന് കണ്ടക്ടിങ് പ്രോപ്പർട്ടി കിട്ടും. അതാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഇതിന്റെ മെയിൻ നമ്മുടെ ഈ പ്രോപ്പർട്ടി, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇലക്ട്രോണിക് ഡിവൈസസിലും ആപ്ലിക്കേഷനിലും നമുക്ക് സെമി കണ്ടക്ടേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ നമ്മളിപ്പം മെറ്റൽസ് നമുക്കറിയാം, ഇൻസുലേറ്റേഴ്സ് അറിയാം, ഗ്ലാസ് മൈക്ക് ഒക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. അതുപോലെ എന്താണ് കണ്ടക്ടിങ് മെറ്റീരിയൽസും നമുക്കറിയാം. സോ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ നമുക്ക് പ്യുവർ എലമെന്റ് ആയിട്ടും അവൈലബിൾ ആണ്, അല്ല കോമ്പൗണ്ട് സ്റ്റേറ്റിലും അവൈലബിൾ ആണ്. ഓക്കെ, പ്യുവർ എലമെന്റ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആണ് സിലിക്കോൺ, ജെർമേനിയം എന്നുള്ള എലമെന്റ്സ്. ഓക്കെ, ഈ പറയുന്ന സിലിക്കോണും ജെർമേനിയവും പ്യുവർ എലമെന്റ് ഫോമിലുള്ള സെമി കണ്ടക്ടർ ആണ്. അതുപോലെ നമുക്ക്
കോമ്പൗണ്ട് ഫോമിലും സെമി കണ്ടക്ടേഴ്സ് അവൈലബിൾ ആണ്. അതിന് എക്സാമ്പിൾ ആണ് ഗാലിയം ആഴ്സനൈഡ്. ഓക്കെ, ഗാലിയം ആഴ്സനൈഡിന്റെ ഷോർട്ട് ഫോം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ ഷോർട്ട് ഫോമിലും വരാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യനിലായാലും ഓപ്ഷനിലായാലും നമ്മൾ ഈ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ഷോർട്ട് ഫോംസ് കാണാൻ ചാൻസ് ഉണ്ട്. സോ പേരറിയുന്ന പോലെ തന്നെ ഷോർട്ട് ഫോംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഗാലിയം ആഴ്സനൈഡ്, ഗാലിയം നൈട്രൈഡ്, ഇന്ത്യം ഫോസ്ഫൈഡ് ആൻഡ് സിലിക്കോൺ കാർബൈഡ് എന്നൊക്കെ ഉള്ളത് സെമി കണ്ടക്ടേഴ്സിന്റെ കോമ്പൗണ്ട് ഫോമിലുള്ള സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, സോ എന്താണ് നമ്മൾ നോക്കി, എന്താണ് സെമി കണ്ടക്ടർ എന്നുള്ളത് നോക്കി. എന്താണ് കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിൽ ബിഹേവിയർ ഉള്ള മെറ്റീരിയൽസ് ആണ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്താണ് സെർട്ടൈൻ കണ്ടീഷൻസിലായിരിക്കും ഈ സെമി കണ്ടക്ടറിന് കണ്ടക്ടിങ് പ്രോപ്പർട്ടി ഉണ്ടാവുക. ഇത് രണ്ടാണ് മെയിൻ പോയിന്റ്. ഓക്കെ, സോ ഇനി സെമി കണ്ടക്ടേഴ്സ് കോമ്പൗണ്ട് ഫോമിലും പ്യുവർ എലമെന്റ് ആയിട്ടും അവൈലബിൾ ആണ്. പ്യുവർ എലമെന്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് സിലിക്കോൺ, ജെർമേനിയം എന്നുള്ളത്. കോമ്പൗണ്ട് ഫോമിലുള്ളതിന് എക്സാമ്പിൾ ആണ് ഗാലിയം ആഴ്സനൈഡ്, ഗാലിയം നൈട്രൈഡ്, ഇന്ത്യം ഫോസ്ഫൈഡ് ആൻഡ് സിലിക്കോൺ കാർബൈഡ്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെമി കണ്ടക്ടേഴ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, നമ്മൾ എപ്പോഴും എന്താണ് ഒരു മെറ്റീരിയൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷന് വേണ്ടി ചൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഫീച്ചേഴ്സ് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ എന്താണ് ഒരു പ്രൊഡക്റ്റ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ടത് അതിന്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ നമുക്ക് ഇനി അറിയേണ്ടത് എന്താണ് സെമി കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പം പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, സെമി കണ്ടക്ടറിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്താണ് നേരത്തെ പറഞ്ഞു സെമി കണ്ടക്ടറിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടേഴ്സ്, ഓക്കെ, കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും മിഡിലുള്ള രീതിയിലായിരിക്കും കണ്ടക്ടിവിറ്റിയുടെ ലെവൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് കോപ്പർ, അലൂമിനിയം. സോ കോപ്പർ, അലൂമിനിയം പോലുള്ള കണ്ടക്ടേഴ്സിനും ഗ്ലാസ്, ഡയമണ്ട്, മൈക്ക പോലുള്ള ഇൻസുലേറ്റേഴ്സിന്റെയും ബിഹേവിയറിന് മിഡിലായിരിക്കും എന്ത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ സ്റ്റാറ്റസ്. ഓക്കെ, കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി എന്താണ് ഹയർ കണ്ടക്ടിവിറ്റി ആയിരിക്കും. ഇൻസുലേറ്റേഴ്സോ കണ്ടക്ടിവിറ്റി ഒട്ടും ഉണ്ടാവില്ല. സോ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് ടെമ്പറേച്ചർ, ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ ആൻഡ് അപ്ലൈഡ് വോൾട്ടേജ്. ഓക്കെ, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിയുടെ കോൺസെൻട്രേഷൻ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനോ അനുസരിച്ച് എന്താണ് സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് സെമി കണ്ടക്ടറിന്റെ സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താലും അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കും. ഓക്കെ, ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തോ അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് ചേഞ്ച് ചെയ്തോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി ആണ് എനർജി ബാൻഡ് ഗ്യാപ്പ്. ഓക്കെ, അപ്പോ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന പോലെ കണ്ടക്ടർ ആണെങ്കിലും ഇൻസുലേറ്റർ ആണെങ്കിലും അതുപോലെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണെങ്കിലും എന്താണ് രണ്ട് ബാൻഡ് ആണ് ഉള്ളത്. ഒന്ന് വാലൻസ് ബാൻഡ് ആൻഡ് രണ്ടാമത്തത് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ആറ്റത്തിന്റെ സ്ട്രക്ചർ കാണിച്ചപ്പോൾ പറഞ്ഞു എന്താണ് വാലൻസ് ഇലക്ട്രോൺസ് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ പറയുന്ന പോലെ കണ്ടക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസ് ആണ് കണ്ടക്ഷൻ ബാൻഡ്. സോ ആ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കൊണ്ട് കണ്ടക്ഷൻ ഉണ്ടാവുമല്ലോ. സോ ഈ കണ്ടക്ഷന് കാരണമാവുന്ന ഇലക്ട്രോൺസ് ഇരിക്കുന്ന സ്പേസ് ആണ് എന്ത് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഈ പറയുന്ന കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയ്ക്കുള്ള സ്പേസ് ആണ് നമ്മൾ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന എനർജി ബാൻഡ് ഗ്യാപ്പിന്റെ സ്പേസ്, അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പാണ് എന്ത്
സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫിഗർ നോക്കും. ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് മനസ്സിലാവും. സോ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഒരു സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം, അതായത് കണ്ടക്ടിവിറ്റിയുടെ ബേസ് പറയുവാണെങ്കിൽ ഒരു ബാലൻസ് ബാൻഡ് ഉണ്ടാവും, അതുപോലെ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടാവും. ബാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ എന്താണ് ബാലൻസ് ഇലക്ട്രോൺസ് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ബാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞത്. സോ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി ഡിസൈഡ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണെങ്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ. സോ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ആണ് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ബാൻഡ് ഗ്യാപ്പിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം. ഓക്കെ, അപ്പോ ഈ പറയുന്ന പോലെ ഈ ബാൻഡ് ഗ്യാപ്പിനെ കുറിച്ച് നമ്മൾ പറയുന്നതാണ് ബാൻഡ് തിയറി എന്ന് പറയും. സോ സെമി കണ്ടക്ടേഴ്സിൽ ഈ ബാൻഡ് എനർജി ഗ്യാപ്പിനെ കുറിച്ച് ബാൻഡ് എനർജി ഗ്യാപ്പിനെ കുറിച്ച് പറയുന്നത് ബാൻഡ് തിയറി വെച്ചിട്ടാണ്. ഓക്കെ, ബാൻഡ് തിയറി പറയുന്നത് എന്താണ്? ബാൻഡ് തിയറി ഇൻ സെമി കണ്ടക്ടേഴ്സ് എക്സ്പ്ലെയിൻസ് ഹൗ ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ എനർജി ബാൻഡ്സ്. എനർജി ബാൻഡിനകത്ത് ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ബാൻഡ് തിയറി പറയുന്നത്. ഓക്കെ, അപ്പോ ബാലൻസ് ബാൻഡ് എന്തുണ്ട്? കണ്ടെയ്ൻ ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ ബാലൻസ് ബാൻഡിനകത്ത് നോർമലി എന്താണ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഇലക്ട്രോൺസ് ആറ്റോംസ് ആയിട്ട് ടൈറ്റ്ലി ബൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പം ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് നോർമലി എന്താണ് ആറ്റവുമായിട്ട് ടൈറ്റ്ലി ബൗണ്ട് ആയിരിക്കും. അതുപോലെ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റും. സോ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് നമുക്ക് കണ്ടക്ഷൻ ഉണ്ടാക്കുന്നതെന്നുള്ളത് അറിയാലോ. സോ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ് നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം, എങ്കിലേ കണ്ടക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. സോ ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് ആറ്റവുമായിട്ട് ടൈറ്റ്ലി കണക്റ്റഡ് ആയിരിക്കും. സോ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്തായിരിക്കും? നമുക്ക് ഈസിലി മൂവ് ചെയ്യാനും പറ്റും. സോ എന്താണ് ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ദീസ് ബാൻഡ്സ് ഈസ് കാൾഡ് ബാൻഡ് ഗ്യാപ്പ്. ഈ പറയുന്ന വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ബാൻഡ് ഗ്യാപ്പിനകത്ത് ഒരു എനർജി ഉണ്ടാവും. ആ എനർജീനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള യൂണിറ്റ് കൊണ്ട്. ഓക്കെ, സോ എന്താണ് ബാൻഡ് ഗ്യാപ്പിന്റെ യൂണിറ്റ് ആണ്, അവിടുത്തെ എനർജിയുടെ യൂണിറ്റ് ആണ് ഇലക്ട്രോൺ വോൾട്ട്സ് എന്നുള്ളത്. സോ ഈ പറയുന്ന ഡിഫറെന്റ് മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു, ഡിഫറെന്റ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന് നമ്മൾ നേരത്തെ എക്സാമ്പിൾസ് പറഞ്ഞു. സോ ഡിഫറെന്റ് ഈ പറയുന്ന മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് ബാൻഡ് ഗ്യാപ്പും വാല്യൂ ചേഞ്ച് ആവും. ഓക്കെ, അപ്പോ നോർമലി നമ്മൾ പറയുന്നത് 300 കെൽവിൻ എന്നുള്ള ടെമ്പറേച്ചറിൽ ആണ് ഓരോ സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെയും ബാൻഡ് ഗ്യാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം നമുക്ക് ഡിഫറെന്റ് സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെ ബാൻഡ് ഗ്യാപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതിന്റെ ഒരു ഇതാണ് ടേബിളിൽ തന്നിരിക്കുന്നത്, എക്സാമ്പിൾസ് ആണ്. സോ സെമി കണ്ടക്ടർ സിലിക്കോൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.11 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, ജെർമേനിയത്തിന്റെ ആവുമ്പോഴത്തേക്കും 0.66 ഇലക്ട്രോൺ വോൾട്ട്, ഗാലിയം ആഴ്സൈനൈഡ് ആണെങ്കിൽ 1.43 ഇലക്ട്രോൺ വോൾട്ട്, ഇന്ത്യ ഫോസ്ഫൈഡ് ആണെങ്കിൽ എന്താണ് ഈ പറയുന്ന പോലെ 1.27, അതുപോലെ ഗാലിയം ഫോസ്ഫൈഡ് ആണെങ്കിൽ 2.25 ആണ് എനർജി ബാൻഡ് ഗ്യാപ്പ് വരുന്നത്. സോ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസും അതിന്റെ കറസ്പോണ്ടിങ് ബാൻഡ് എനർജി ഗ്യാപ്പും നമുക്ക് കമ്പൽസറി അറിഞ്ഞിരിക്കണം. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, സോ ഈ ഒരു പോർഷനിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമുക്ക് ഈ പറഞ്ഞ പർട്ടിക്കുലർ മെറ്റീരിയലിന്റെ എനർജി ബാൻഡ് ഗ്യാപ്പ് എടുത്ത് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എനർജി ബാൻഡ് ഗ്യാപ്പിന്റെ ബേസിൽ മെറ്റീരിയൽസിനെ എന്ത് ചെയ്യാൻ ചോദിക്കാം, ഏതാണ് വലുത് അല്ലെങ്കിൽ ഏതാണ് ചെറുതെന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻസ് തന്നിട്ട് അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ വ്യക്തമായിട്ടും എനർജി ബാൻഡ് ഗ്യാപ്പിന്റെ വാല്യൂസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു വാലൻസ് ബാൻഡിനകത്ത് നമുക്ക് ആറ്റോമായിട്ട് ടൈറ്റ്ലി ബൗണ്ട് ആയിട്ട് ഇരിക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, സോ ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇതാ നിങ്ങൾക്കായി
ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഇംപ്രസീവ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക് എന്നിവയടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 1999 രൂപയ്ക്ക്. ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യണം? നമുക്ക് കണ്ടക്ഷൻ ബാൻഡിലോട്ട് കൊണ്ടുപോയാലാണ് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ബാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്താണ്, അപ്പോ നമ്മളൊരു ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുവാണ്, അല്ലെങ്കിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണ്, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാണ്. ഈ 3 രീതിയിലാണ് നമുക്ക് കണ്ടക്ടിവിറ്റി, സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. സോ ഈ 3 പ്രോസസ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന, അതായത് ആറ്റവുമായിട്ട് ടൈറ്റ്ലി ക്ലോസ് ആയിട്ടിരിക്കുന്ന ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്, അല്ലെ? സോ നെഗറ്റീവ് ചാർജ് അവിടെ നിന്ന് മാറി വേറൊരു പൊസിഷനിൽ പോയിരുന്നു. ഓക്കെ, സോ ആ നെഗറ്റീവ് ചാർജ് അവിടെ നിന്ന് പോവാ മീൻസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് ചാർജ് അവിടെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് വേറൊരു പൊസിഷനിൽ പോയിരുന്നു. അപ്പം നേരത്തെ ഇരുന്ന ഇലക്ട്രോൺ ഇരുന്ന പൊസിഷനിൽ എന്ത് സംഭവിക്കും? ഒരു ഗ്യാപ്പ് വരും. ഓക്കെ, സോ ആ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉള്ളതുപോലെ തന്നെ ഹോളിന് എന്ത് ചാർജ് ആയിരിക്കും ഉണ്ടാവുക? പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഈ പറയുന്ന ഇലക്ട്രോൺ മൂവ്മെന്റ് കാരണമാണ് എന്തുണ്ടാവുന്നത്? കണ്ടക്ഷൻ നടക്കുന്നത്. സോ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഹോൾ ഉണ്ടാവും. സോ ഇലക്ട്രോൺ ഹോൾ പെയർസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു സെമി കണ്ടക്ടറിൽ കണ്ടക്ടിവിറ്റീനെ എന്താ റെപ്രസെന്റ് ചെയ്യുന്ന എന്തായിരിക്കും? ആ സെമി കണ്ടക്ടറിലുള്ള ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഒരു സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റിക്കുള്ള റീസൺ ആയിട്ടുള്ള എന്താണ് എലമെന്റ്സ് എന്തൊക്കെയാണ്? ഇലക്ട്രോൺസും ഉണ്ട്, ഹോൾസും ഉണ്ട്. ഓക്കെ, ഇത് ഡിഫറെന്റ് ആയിട്ട് വരും. ഇലക്ട്രോൺസ് എന്താണ് ഇലക്ട്രോൺ കാരണം ഉണ്ടാവുന്ന കറണ്ട് ചേഞ്ച് ആവാം. അതുപോലെ ഹോള് മൂവ് ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന കണ്ടക്ടിവിറ്റിയും അതിന്റെ വാല്യൂസ് പല റീസൺസ് കാരണം നമുക്ക് ചേഞ്ച് ആയി വരും. നമ്മളിപ്പം ബേസിക് കാര്യങ്ങളാണ് നോക്കുന്നത് സെമി കണ്ടക്ടേഴ്സിന്റെ. സോ നമുക്കിപ്പൊ ഇത്ര അറിഞ്ഞാൽ മതി. ഇലക്ട്രോൺസും ഹോൾസും എന്താണ് സെമി കണ്ടക്ടറിൽ കണ്ടക്ടിവിറ്റിക്ക് റീസൺ ആണ്. സോ എന്താണ് നമ്മളിപ്പോ എനർജി ഗ്യാപ്പ് പറഞ്ഞു. സോ ഇൻസുലേറ്റേഴ്സിന്റെ എനർജി ഗ്യാപ്പ് എന്തായിരിക്കും? ഹയസ്റ്റ് എനർജി ഗ്യാപ്പ് ഉള്ളത് ഇൻസുലേറ്റേഴ്സിനായിരിക്കും, അല്ലെ? ഞാൻ പറഞ്ഞു വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൽ പോയിട്ടാണ് കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നത്. ഇൻസുലേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എനർജി ഗ്യാപ്പ് കൂടുതൽ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇലക്ട്രോൺ മൂവ്മെന്റ് പോസിബിൾ അല്ല. ഓക്കെ, നമ്മൾ എത്ര എനർജി കൊടുത്താലും എന്താണ് ഈ പറയുന്ന ഇലക്ട്രോൺസിനെ നമുക്ക് എക്സൈറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇൻസുലേറ്റേഴ്സിന് കണ്ടക്ടിവിറ്റി ഇല്ലാത്തത്. സോ അപ്പൊ എന്താണ് കണ്ടക്ടേഴ്സിന്റെ എനർജി ഗ്യാപ്പ് എങ്ങനെ ആയിരിക്കും? ഈ പറയുന്ന വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും കൂടി എന്തായിരിക്കും? ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ അതേപോലെ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും എനർജി ഗ്യാപ്പിന് ഇൻ ബിറ്റ്വീൻ, അതായത് ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് കുറവായിരിക്കും. ഏതിനെ വെച്ച് കുറവായിരിക്കും? ഇൻസുലേറ്റേഴ്സിന്റെ എനർജി ഗ്യാപ്പിനെ വെച്ച് കുറവായിരിക്കും. കണ്ടക്ടേഴ്സിന്റെ എനർജി ഗ്യാപ്പിനെ വെച്ച് സെമി കണ്ടക്ടറിന്റെ എനർജി ഗ്യാപ്പ് കൂടുതലായിരിക്കും. സോ എനർജി ഗ്യാപ്പിന്റെ ബേസിൽ നമ്മൾ പറയുവാണെങ്കിൽ കണ്ടക്ടേഴ്സിനായിരിക്കും എനർജി ഗ്യാപ്പ് ഏറ്റവും കുറവ്, സെമി കണ്ടക്ടേഴ്സ്
സെക്കൻഡ് പൊസിഷനിൽ വരും. ഇൻസുലേറ്റേഴ്സിനായിരിക്കും എന്താണ് എനർജി ഗ്യാപ്പ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, സോ അതേപോലെ തന്നെ എന്താണ് ഞാൻ പറഞ്ഞു, എല്ലാ കണ്ടീഷനിലും ഇതുപോലെ മൂവ് ചെയ്യത്തില്ല. നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ടെമ്പറേച്ചർ ചേഞ്ചും അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെയാണ് എന്ത് ഇലക്ട്രോൺസ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതാണ് മെറ്റൽ സെമി കണ്ടക്ടർ ഇൻസുലേറ്ററിന്റെ എനർജി ഗ്യാപ്പിന്റെ ഫിഗർ. ഓക്കെ, സോ ഫസ്റ്റ് വൺ മെറ്റൽ ആണ്. മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടക്ടർ ആണ് അല്ലെ? സോ ബ്ലൂ എന്ന് പറയുന്നത് ബ്ലൂ കളറിലുള്ളത് കണ്ടക്ഷൻ ബാൻഡും യെല്ലോ കളറിലുള്ളത് എന്താണ്? വാലൻസ് ബാൻഡും ആണ്. സോ അത് നോക്ക്, ഒരു പിങ്ക് കളർ കണ്ടോ? സോ അതിന്റെ എന്താണ് ആ പിങ്ക് കളർ കാണിക്കുന്നത്? കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും എന്താണ്? ഓവർലാപ്പ് ചെയ്തിരിക്കുവാണ്. ഓക്കെ, സോ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന പൊസിഷനിൽ തന്നെയാണ് എന്ത് വരുന്നത്? എനർജി ബാൻഡ് വരുന്നത്. നെക്സ്റ്റ് വൺ സെമി കണ്ടക്ടർ ആണ്. ബ്ലൂവും യെല്ലോവും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, എങ്കിൽ മെറ്റലിനെ അപേക്ഷിച്ച് കൂടുതലുമാണ്. സോ ഇതാണ് സെമി കണ്ടക്ടറിന്റെ ബാൻഡ് ഗ്യാപ്പിന്റെ റെപ്രസെന്റേഷൻ. ദെൻ തേർഡ് വൺ നോക്കിക്കഴിഞ്ഞാൽ തേർഡ് വൺ ആണ് ഇൻസുലേറ്റർ. ഇൻസുലേറ്ററിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നോക്ക്, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് മെറ്റലിനെ അപേക്ഷിച്ചും സെമി കണ്ടക്ടറിനെ അപേക്ഷിച്ചും എന്താണ്? കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇതാണ് എന്ത് ബാൻഡ് ഗ്യാപ്പിന് റെപ്രസെന്റേഷൻ. മെറ്റൽ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ മെറ്റീരിയൽസിന്റെ ബാൻഡ് ഗ്യാപ്പിന്റെ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി ആണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡോപ്പിങ്ങിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡോപ്പിംഗ് എന്നുള്ള പ്രോസസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒറ്റ വേർഡാണ് ഡോപ്പിംഗ്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ഓക്കെ, സോ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഇപ്പൊ സിലിക്കോൺ ആവാം, ജെർമേനിയം ആവാം, ഇതൊക്കെ എന്താണ്? ആറ്റംസ് ആണ് അല്ലെ? സോ ഈ പറയുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന്റെ കൂടെ വേറെയും ആറ്റംസ് ആഡ് ചെയ്ത് വരുമ്പോഴാണ് അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഡോപ്പിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് രണ്ട് രീതിയിലുള്ള ആറ്റംസ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് രീതിയിലുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ് നമുക്ക് ഉള്ളത്. ട്രൈവാലന്റ് ആറ്റംസും ഉണ്ട്, പെന്റാവാലന്റ് ആറ്റംസും ഉണ്ട്. സോ എന്താണ് വാലന്റ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, വാലൻസ് ബാൻഡിന്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ വാലൻസ് ഓർബിറ്റിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, സോ വാലൻസ് ഓർബിറ്റില് 3 ആറ്റം ഉള്ളതാണ് ട്രൈവാലന്റ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ പെന്റാവാലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റംസിന്റെ വാലൻസ് ബാൻഡിൽ 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ അതിനെയാണ് പെന്റാവാലന്റ് ആറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റില് അല്ലെങ്കിൽ വാലൻസ് ഓർബിറ്റില് 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ അതെന്താണ്? ട്രൈവാലന്റ് ആറ്റവും. 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളെങ്കിൽ അത് പെന്റാവാലന്റ് ആറ്റവും ആണ്. ഓക്കെ, സോ നോർമലി ഈ പറയുന്ന 2 ടൈപ്പിലുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡോപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ആറ്റംസ് എന്ത് ചെയ്യും? സെമി കണ്ടക്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആ സെമി കണ്ടക്ടറിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഡോപ്പിംഗ് വെച്ചിട്ട് 2 ടൈപ്പ് എന്താണ് സെമി കണ്ടക്ടേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എൻ ടൈപ്പ് അതുപോലെ തന്നെ പി ടൈപ്പ്. ഓക്കെ, സോ എൻ ടൈപ്പ് ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലായിരിക്കും. ഫ്രീ ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവിന്റെ എൻ. സോ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലായിട്ടുള്ളതാണ് എൻ ടൈപ്പ് ഡോപ്പിംഗ് കൊണ്ട് ഉണ്ടാവുന്നത്. സോ പി ടൈപ്പ് ഡോപ്പിംഗ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പി ടൈപ്പ് ഡോപ്പിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത് ഹോൾസ് ആയിരിക്കും. ഓക്കെ, സോ പി ടൈപ്പ് ഡോപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഹോൾസിന്റെ എണ്ണം കൂടുതലായിരിക്കും. സോ പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആയിരിക്കും അവിടെ കൂടുതൽ. സോ അതുകൊണ്ടാണ് അതിനെ പി ടൈപ്പ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെമി കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി ആണ് ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി. ഓക്കെ, അപ്പം സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? ടെമ്പറേച്ചർ അനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തിന് ഓപ്പോസിറ്റ് ആണിത്?
കണ്ടക്ടേഴ്സിന് ഓപ്പോസിറ്റ് ആണ് ഇത്. ഓക്കെ, സെമി കണ്ടക്ടറിൽ എന്താണ്, ടെമ്പറേച്ചർ കൂടിയാൽ കണ്ടക്ടിവിറ്റി കൂടും. പക്ഷെ കണ്ടക്ടേഴ്സിലാണെങ്കിലോ ടെമ്പറേച്ചർ കൂടിയാൽ കണ്ടക്ടിവിറ്റി കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണ്ടക്ടേഴ്സിന്റെയും സെമി കണ്ടക്ടറിന്റെയും ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് നേച്ചറിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോ ടെമ്പറേച്ചർ കൂടുമ്പോ എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി കൂടുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു, ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ എനർജി കൊടുക്കുവാണ്, ആണല്ലോ. എക്സ്റ്റേണൽ എനർജി കൊടുക്കുമ്പോൾ ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എക്സൈറ്റഡ് ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യത്തില്ലേ? സോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി ആണ് ഫോട്ടോ കണ്ടക്ടിവിറ്റി. അപ്പം നമ്മൾ ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഫോട്ടോ കണ്ടക്ടിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടി വരുന്നത്. അപ്പൊ എന്തായിരിക്കും? ലൈറ്റ് കൂടുന്നതിനനുസരിച്ച് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ടെമ്പറേച്ചർ പോലെ തന്നെയാണ് ലൈറ്റിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് കണ്ടക്ടിവിറ്റി വരുന്നത്. ഓക്കെ, സോ സെമി കണ്ടക്ടറിന്റെ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്തേക്കുന്നത്? സോളാർ സെല്ലിലും ലൈറ്റ് സെൻസേഴ്സിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പം സോളാർ സെല്ലിലും ലൈറ്റ് സെൻസേഴ്സിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, semiconductors generally have lower thermal conductivity compared to metals. Okay, so എന്താണ്? മെറ്റലിന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും തെർമൽ കണ്ടക്ടിവിറ്റി സെമി കണ്ടക്ടറിന് കുറവാണെന്നാണ് പറയുന്നത്. അതായത് സെമി കണ്ടക്ടർ എന്ത് ചെയ്യുന്നില്ല? ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നില്ല. ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നില്ല മീൻസ് എന്താണ്? ഹീറ്റ് പാസ് ചെയ്ത് വിടുന്നില്ല എന്നുള്ളതാണ് സെമി കണ്ടക്ടറിന്റെ അടുത്ത പ്രത്യേകത. ഓക്കെ, 7th വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിന് ലൈറ്റ് അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും ഉള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് സെമി കണ്ടക്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെ വരുന്നത്? LEDസിലും ലേസർ ഡയോഡ്സിലും നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽ യൂസ് ചെയ്യാനുള്ള കാരണം സെമി കണ്ടക്ടറിന് ലൈറ്റ് അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് കാരിയർ മൊബിലിറ്റി. സോ കാരിയർ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ കാരിയർ എന്താണ്? നോർമലി നമ്മൾ ഈ പറയുന്ന മെറ്റൽ ആണെങ്കിലും സെമി കണ്ടക്ടർ ആണെങ്കിലും നമ്മൾ കാരിയർ ആയിട്ട് പറയുന്നത് എന്താണ്? കണ്ടക്ടിവിറ്റിക്ക് റീസൺ ആവുന്ന മെറ്റീരിയൽസ് ആണ്. സോ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് ആണ് കാരിയർ ആയിട്ട് വരുന്നത്. അപ്പം ഹോൾസിന്റെയും ഇലക്ട്രോൺസിന്റെയും മൂവ്മെന്റ് ആണ് കാരിയർ മൊബിലിറ്റി എന്നുള്ള വേർഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ്? ദ ചാർജ് കാരിയർ മൊബിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ആൻഡ് അപ്ലൈഡ് ഇലക്ട്രിക്കൽ ഫീൽഡ്. ഓക്കെ, സോ നമുക്ക് ഈ പറയുന്ന പോലെ കാരിയറിന്റെ മൊബിലിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? ടെമ്പറേച്ചറിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെ കൂടെ നമ്മൾ ഡോപ്പിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാരിയർ മൊബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ കാരിയർ മൊബിലിറ്റി എന്നുള്ള ടൈം വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാരിയേഴ്സ് എന്നുള്ളത് അറിയണം. സോ ഞാൻ പറഞ്ഞു, സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് എന്നുള്ള രീതിയിൽ 2 കാരിയേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ പാർട്ടിക്കിൾസ് ദാറ്റ് ക്യാരി ഇലക്ട്രിക് ചാർജ്, അതാണ് കാരിയർ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന പോലെ നമുക്ക് 2 ടൈപ്പ് കാരിയേഴ്സ് ഉണ്ട് സെമി കണ്ടക്ടറിൽ, ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഓക്കെ, അപ്പം ഇലക്ട്രോൺസ് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് കാരിയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന പോലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് കറണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അതൊരു ചാർജ് കാരിയർ ആണ്. അതുപോലെ തന്നെ എന്താണ്? ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലില് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിനെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. സോ ഹയർ ദ ഇലക്ട്രോൺ മൊബിലിറ്റി എന്തായിരിക്കും? ഫാസ്റ്റർ ദ ഇലക്ട്രോണിക് ഡിവൈസ് വിത്ത് ബെറ്റർ പെർഫോമൻസ്. ഓക്കെ, ഇലക്ട്രോൺ മൊബിലിറ്റി കൂടുന്നതിനനുസരിച്ച് എന്താണ്? ഇലക്ട്രോണിക് ഡിവൈസ് ഫാസ്റ്ററും ആയിരിക്കും, ബെറ്റർ പെർഫോമൻസും ആയിരിക്കും. ഓക്കെ, അതേപോലെ നമ്മുടെ സെക്കൻഡ് കാരിയർ ആണ് ഹോൾ എന്ന് പറയുന്നത്.
ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ആക്ച്വലി എന്തേ ഉള്ളൂ, ഇലക്ട്രോൺസേ ഉള്ളൂ. സോ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണം എന്ത് സംഭവിക്കും, ആ പൊസിഷനിൽ ആബ്സെന്റ് ആവും, ഇലക്ട്രോൺ ആബ്സെന്റ് ആവും. ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺ ഇരിക്കുന്നിടത്ത് നിന്ന് മൂവ് ചെയ്ത് വേറൊരു പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ ഈ മൂവ് ചെയ്ത എവിടാണോ ആദ്യം ഇരുന്നത് അവിടെ നെഗറ്റീവ് ചാർജ് അവിടെ നിന്ന് പോയി. സോ ആ നെഗറ്റീവ് ചാർജ് പോയതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾ എന്നുള്ള കൺസെപ്റ്റിൽ പറയുന്നത്. സോ ഹോൾ എന്താണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് കാരിയേഴ്സ് ആണ്. ഓക്കെ, അപ്പം ആ കൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത് ഇലക്ട്രോൺ ലീവ്സ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദ വാലൻസ് ബാൻഡ്. അപ്പം വാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺസ് ലീവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വാലൻസ് ബാൻഡിൽ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ വാലൻസ് ബാൻഡിനകത്ത് നിറയെ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഇരിക്കുവാണ്. വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ഇരിക്കുവാണ്. അതിൽ നിന്ന് ഒരു ഹോൾ ഇലക്ട്രോൺ എന്ത് ചെയ്തു, അവിടെ നിന്ന് മൂവ് ചെയ്ത് പോയി. ഓക്കെ, സോ അവിടെ ഹോള് ക്രിയേറ്റ് ചെയ്തു. ആ ഹോള് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. സോ ഇപ്പുറത്ത് എന്തിരിപ്പുണ്ട്, നെഗറ്റീവ് ചാർജിലുള്ള ബാക്കിയുള്ള ഇലക്ട്രോൺസ് ഇരിപ്പുണ്ട്. സോ ബാക്കിയുള്ള ഇലക്ട്രോൺസിന് എന്ത് ടെൻഡൻസി വരും, ഈ പറയുന്ന പോസിറ്റീവ് ചാർജുമായിട്ട് അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഏറ്റവും നിയർ ആയിട്ട് ഇരിക്കുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ ഹോളിന്റെ പൊസിഷനിലോട്ട് വന്നിരിക്കാനുള്ള ടെൻഡൻസി കാണിക്കും, അങ്ങനെ വന്നിരിക്കും. സോ എന്ത് സംഭവിച്ചു, ആദ്യം ഉണ്ടായിരുന്ന ഹോളിൽ ഇലക്ട്രോൺ ഫില്ലായി. പക്ഷെ ഇപ്പം വന്ന് മൂവ് ചെയ്തിരുന്ന സ്ഥലത്ത് എന്തായി, എഗെയിൻ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തു. സോ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഹോൾ പെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് അനുസരിച്ച് എന്ത് സംഭവിക്കും, ഹോളും ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, സോ ഇനി ഇലക്ട്രോണിന്റെയും ഹോളിന്റെയും വാല്യൂ എടുക്കുവാണെങ്കിൽ മാഗ്നിറ്റ്യൂഡിന്റെ കേസ് പറയുവാണെങ്കിൽ എന്താണ്, ഈക്വൽ ആണ്. പക്ഷെ പൊളാരിറ്റി ഓപ്പോസിറ്റ് ആണെന്നുള്ളതാണ് ഉള്ളത്. ഓക്കെ, സോ ഇതാണ് ഒരു സെമി കണ്ടക്ടറിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് സിലിക്കോൺ എന്ന് പറയുന്ന സെമി കണ്ടക്ടറിന്റെ സ്ട്രക്ചർ ആണ്. സിലിക്കോണിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, 4 വാലൻസ് ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, അപ്പം സിലിക്കോണിന്റെ 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ആ സിലിക്കോൺ ഫസ്റ്റ് സിലിക്കോൺ എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്ന എന്ത് റൗണ്ട് നിങ്ങൾ നോക്കുക, സർക്കിൾ നിങ്ങൾ നോക്കുക. സോ അതിനകത്ത് നോക്കുവാണെങ്കിൽ അതിന് ചുറ്റും ഒരു അടുത്തിരിക്കുന്ന 4 ഗ്രീൻ കളർ ഡോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ 4 ഡോട്ടാണ് എന്ത്, സിലിക്കോണിന്റെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ. ഓക്കെ, സോ അടുത്ത സിലിക്കോൺ ആറ്റമായിട്ട് എന്ത് ചെയ്യുവാണ്, ഈ പറയുന്ന 4 ഇലക്ട്രോൺസും ഷെയർ ചെയ്യും. സോ അങ്ങനെയാണ് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലില് ഇത് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. സോ അടുത്തടുത്തിരിക്കുന്ന ആറ്റംസ് തമ്മിൽ എന്ത് ചെയ്യുന്നു, വാലൻസ് ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടാണ് ഈ പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെ നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയും. ഫിഗറിന്റെ റൈറ്റ് മോസ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ ഒരു ഡോട്ടിനെ, ഗ്രീൻ ഡോട്ടിനെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതെന്താണ്, ആ സിലിക്കോൺ ആറ്റത്തിന്റെ വാലൻസ് ബാൻഡിലുള്ള അല്ലെങ്കിൽ വാലൻസ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ ആണ് വാലൻസ് ഇലക്ട്രോൺ. ഓക്കെ, സോ ദെൻ അതിന്റെ തൊട്ട് താഴെ കണ്ടക്ഷൻ ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കണ്ടക്ഷൻ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം അല്ലെ. സോ ഈ സ്ട്രക്ചറിനകത്ത് ബോണ്ട് ഈ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ഈ ആറ്റംസിലെ ഇലക്ട്രോൺസ് തമ്മിൽ ബോണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൈപ്പ് ബോണ്ടാണ്. ഓക്കെ, സോ അതിനകത്ത് ആ ബോണ്ടിൽ പെടാതാണ് ആ ഇലക്ട്രോൺ പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലെ. സോ ആ ഇലക്ട്രോണിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. സോ അതാണ് കണ്ടക്ഷൻ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഈ പറയുന്ന 2 ആറ്റംസ് തമ്മിലുള്ള എന്ത് വാലൻസ് ഇലക്ട്രോണിനെ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബോണ്ടിനെയാണ് കോവാലൻ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞു കണ്ടക്ഷൻ ഇലക്ട്രോൺ ഉണ്ട്. കണ്ടക്ഷൻ ഇലക്ട്രോൺ എങ്ങനെയാണ് വരുന്നത്, ഈ പറയുന്ന പോലെ എവിടെയോ ഉള്ള വാലൻസ് ഹോള് കണ്ടോ, വാലൻസ് ഹോള് എന്ന് പറഞ്ഞ എന്താ, അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ആ ഇലക്ട്രോൺ അവിടെ നിന്ന് മൂവ് ചെയ്ത് ഒരു എനർജി, എക്സ്റ്റേണൽ എനർജി കിട്ടുമ്പോൾ ആ വാലൻസ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് മൂവ് ചെയ്ത് കണ്ടക്ഷൻ, അതായത് ഫ്രീ സ്റ്റേറ്റിലോട്ട് പോയി. സോ അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തു. സോ അതാണ് വാലൻസ് ഹോൾ എന്ന് പറഞ്ഞ. സോ ഈ പറയുന്ന വാലൻസ് ഹോള് എന്ത് ചേഞ്ച് ചെയ്ത് വേറെ ഇലക്ട്രോണിന്റെ പൊസിഷനിൽ പോകുമ്പോൾ അതല്ലെങ്കിൽ കണ്ടക്ഷൻ
റീസൺ ആവുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? കണ്ടക്ഷൻ ഹോൾ എന്ന് പറയും. ഓക്കെ. സോ ഈ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കോൺ ബോൺ മോഡലാണ്. അതുപോലെ ജെർമേനിയത്തിന്, ഗാലിയം ആർസനൈഡിനൊക്കെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, ഇത്രയും നേരം നമ്മൾ നോക്കിയത് സെമി കണ്ടക്ടർ എന്താണ്, സെമി കണ്ടക്ടറിന്റെ 8 പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കി. ഓക്കെ. സോ 8 പ്രോപ്പർട്ടീസിലും എക്സ്ട്രാ വന്നത് എന്താണ്? ഒന്ന് എന്താണ് എനർജി ബാൻഡ് എന്നുള്ളത്, അത് നമ്മൾ ബാൻഡ് തിയറി നോക്കി. അതേപോലെ തന്നെയാണ് എന്ത് ഈ പറയുന്ന പോലെ ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസും ഹോൾസും ആണെന്നുള്ളത് നോക്കി. സോ അതിന്റെ സ്പെഷ്യാലിറ്റീസും നോക്കി. നെക്സ്റ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടർ ആണ്. ഓക്കെ. സോ നമുക്ക് സെമി കണ്ടക്ടറിനെ മെയിൻലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? പ്യൂരിറ്റിയുടെ ബേസിലാണ്, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിയുടെ ബേസിലാണ് നമ്മൾ സെമി കണ്ടക്ടറിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഓക്കെ. സോ സെമി കണ്ടക്ടറിനെ ക്ലാസിഫൈ ചെയ്യുന്ന എന്ത് ബേസിലാണ്? പ്യൂരിറ്റി അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിയുടെ ബേസിലാണ്. സോ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഓക്കെ. ഇനി ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യുവർ ഫോം ഓഫ് ജെർമേനിയം ആൻഡ് സിലിക്കണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പ്യുവർ ഫോമിന്റെ കൂടെ ഏതെങ്കിലും ഇമ്പ്യൂരിറ്റി കൂടി നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ. സോ എക്സ്ട്രിൻസിക്കിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, എൻ ടൈപ്പ് എന്നും പി ടൈപ്പ് എന്നും. ഓക്കെ. എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് കാരിയേഴ്സ് ഏതായിരിക്കും കൂടുതൽ? നെഗറ്റീവ് ആയിട്ടുള്ളത് കൂടുതൽ. സോ ഇലക്ട്രോൺസ് കൂടുതൽ വരണം, അല്ലെ? സോ പെന്റാവാലന്റ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിക്ക് എക്സാമ്പിൾ ആണ് എന്ത്? ഫോസ്ഫറസ്, ആർസനൈഡ്, എക്സെട്ര. ഓക്കെ. സോ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന് നമ്മൾ എൻ ടൈപ്പും ഉണ്ട്, പി ടൈപ്പും ഉണ്ട്. അതിൽ എൻ ടൈപ്പ് നമ്മൾ ചെയ്യുന്നത് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. നമ്മുടെ നോർമൽ ഫോമിൽ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ കിട്ടുന്നത്. അതുപോലെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ കിട്ടും. ഓക്കെ. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിക്ക് എക്സാമ്പിൾ ആണ് ഗാലിയം, ബോറോൺ, ഇൻഡിയം എന്നുള്ളത്. ഓക്കെ. സോ ജെർമേനിയവും സിലിക്കണും പ്യുവർ ഫോമിലാണെങ്കിൽ നമ്മൾ എന്ത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ആണ്. സോ എക്സ്ട്രിൻസിക് ആണെങ്കിൽ എൻ ടൈപ്പും പി ടൈപ്പും ഉണ്ട്. എൻ ടൈപ്പിലാണെങ്കിൽ നമ്മൾ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഫോസ്ഫറസ്, ആർസനൈഡ് എന്നുള്ളത്. പി ടൈപ്പിലാണെങ്കിൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. സോ അതിന് എക്സാമ്പിൾ ആണ് ഗാലിയം, ബോറോൺ, ഇൻഡിയം എക്സെട്ര. ഓക്കെ. സോ എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്? പറഞ്ഞു, പ്യുവർ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് ലൈക്ക് സിലിക്കോൺ ആൻഡ് ജെർമേനിയം, അതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ. ഓക്കെ. അപ്പം ഇതിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്തിനാണ്? ഇതിന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ. സോ നമ്മള് ബേസിക്കലി സെമി കണ്ടക്ടറിന് ഒരു സർട്ടൈൻ സിറ്റുവേഷനിൽ മാത്രമേ കണ്ടക്ടിവിറ്റി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. സോ അതെന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് കാരണമായിരിക്കും കണ്ടക്ടിവിറ്റി ആ ലിമിറ്റഡ് രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. സോ എന്താണ്? നമ്മൾ ഈ പറയുന്ന പോലെ ഹീറ്റോ ഇലക്ട്രിക് ഫീൽഡോ അപ്ലൈ ചെയ്യുമ്പോഴാണ് ചാർജ് കാരിയേഴ്സ് എക്സൈറ്റ് ചെയ്ത് എനർജി ലെവലിലോട്ട് പോകുന്നത്. സോ അതെന്ന് പറയുന്നത് ലിമിറ്റഡ് നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സിനെ മാത്രമേ നമുക്ക് അങ്ങനെ എക്സൈറ്റ് ചെയ്യിക്കാനും പറ്റുള്ളൂ. ഏതില്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ടൈപ്പില്. ഓക്കെ. സോ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എന്താണ്? സിലിക്കോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ. സിലിക്കോണിന്റെ ആറ്റംസ് എന്ത് ചെയ്തിരിക്കുന്നു? കോവാലന്റ് ബോണ്ട് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സോ എങ്ങനെയാണ് ഇതില് ഈ ബോണ്ട് നമ്മളിപ്പം എക്സ്റ്റേണൽ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹീറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയിട്ട് ഫ്രീ ആയി പോകും. സോ ഫ്രീ ആയിട്ട് എങ്ങോട്ട് പോകും? കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകും. സോ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യും, ബാലൻസ് ബാൻഡിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഹോള് ക്രിയേറ്റ് ചെയ്യും. സോ ബാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഈ ഹോള് നിയറസ്റ്റ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഫില്ല് ചെയ്യും. അപ്പൊ എഗെയിൻ എന്താണ്? ഈ പറയുന്ന പോലെ
ഇലക്ട്രോണിന്റെയും ഹോളിന്റെയും പെയർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് ഇതിനകത്ത് കണ്ടക്ടിവിറ്റി നടക്കുന്നത്. സോ നെക്സ്റ്റ് വൺ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആണ്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും. സോ ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? ഒന്നുകിൽ പെന്റാവാലന്റ് അല്ലെങ്കിൽ ട്രൈവാലന്റ്. ഓക്കെ, സോ ഫോസ്ഫറസ്, ബോറോൺ തുടങ്ങിയ എന്ത് ആറ്റംസ് ഈ പറയുന്ന പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. എൻ ടൈപ്പും ഉണ്ട്, പി ടൈപ്പും ഉണ്ട്. സോ ഫസ്റ്റ് ഫിഗർ നോക്കുവാണെങ്കിൽ, ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ ടൈപ്പ് ആണ്. ഞാൻ പറഞ്ഞു എൻ ടൈപ്പ് ആണെങ്കിൽ എക്സ്റ്റെൻസീവ് ആയിട്ട് നമുക്കുള്ളത് എന്തായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോ ഒരു സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ബാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ, സോ മിനിമം ഈ പറയുന്ന പോലെ സിലിക്കോണിനെ സംബന്ധിച്ചിടത്തോളം 4 അതിന്റെ ബാലൻസ് ഇലക്ട്രോൺ. സോ നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിക്കും 4 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഷെയർ ചെയ്ത് അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ടാവും. 8 ഒരു ഓർബിറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഔട്ടർ മോസ്റ്റില്. അപ്പോ എന്ത് ചെയ്യും? ഈ പറയുന്നത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് പോകും. സോ അപ്പൊ അവിടെ എന്ത് അഡീഷണൽ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ അങ്ങനെ ഓർക്കുവാണെങ്കിൽ എൻ ടൈപ്പിനകത്ത് നമുക്ക് ഇലക്ട്രോൺസ് എക്സസീവ് ആയിട്ടാ വേണ്ടത്. അപ്പം 4 പോരാ. സോ അഡീഷണൽ ഒരു ഇലക്ട്രോൺ കൂടെ വരുന്ന രീതിയിലുള്ള ഇമ്പ്യൂരിറ്റി വേണം ആഡ് ചെയ്യാൻ. സോ നമുക്ക് ഏത് ആഡ് ചെയ്യാം? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് എൻ ടൈപ്പിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന എക്സാമ്പിൾ ആർസനൈഡ് ആണ്. സോ നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്താണ് ആർസനൈഡിന്റെ 4 ഇലക്ട്രോൺസും സിലിക്കോണിന്റെ 4 ഇലക്ട്രോൺസും തമ്മിൽ കോവാലന്റ് ബോണ്ട് ചെയ്തിട്ട് ഷെയർ ചെയ്ത് അവര് ഇതാക്കി. പക്ഷെ ആർസനൈഡിന്റെ ഒരു ഇലക്ട്രോൺ എന്താണ്? ഫ്രീ ആണ്. ഓക്കെ, സോ എന്താണ് അവിടെ ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്തു. സോ ഇതൊരു ജസ്റ്റ് ഒറ്റ ആർസനൈഡ് ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പം കൂടുതൽ ആർസനൈഡ് ആറ്റം വരുമ്പോ എന്താണ്? എക്സസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യും. സോ ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്? കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതാണ് എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞത്. സോ പി ടൈപ്പിലാണെങ്കിൽ സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസ് ആണ് ഈ പറയുന്ന പോലെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ സിലിക്കോണും ഈ പറയുന്ന ട്രൈവാലന്റ് എക്സാമ്പിളായ ബോറോണും കൂടി ഷെയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി വരും. ഓക്കെ, സോ ഡെഫിഷ്യൻസി മീൻസ് ഹോൾസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ രണ്ട് ടൈപ്പ്, എൻ ടൈപ്പും പി ടൈപ്പും. ഓക്കെ, അപ്പം ഡോപ്പ് ചെയ്യുന്നത് എന്താന്നുള്ളതാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഡോപ്പിംഗ് എന്ന് വെച്ചാൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതാണ്. രണ്ട് ടൈപ്പ് ഡോപ്പിംഗ് ആണുള്ളത്. രണ്ട് ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എൻ ടൈപ്പ് പി ടൈപ്പ് എന്നുള്ള പറയുന്നത് പോലെ ഡോപ്പിംഗും 2 ടൈപ്സ് ആണ്. എൻ ടൈപ്പ് ഡോപ്പിംഗും ഉണ്ട്, പി ടൈപ്പ് ഡോപ്പിംഗും ഉണ്ട്. ഓക്കെ, സോ എൻ ടൈപ്പ് ഡോപ്പിംഗിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു പെന്റാവാലന്റ് എലമെന്റ് ആണ് നമ്മൾ ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഈ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് എന്ന് ഞാൻ കുറച്ചു നേരമായിട്ട് പറയുന്നു. സോ എന്താണ് നമുക്ക് ഇത് ഈ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിനെ എങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മൾ കുഞ്ഞിലെ പീരിയോഡിക് ടേബിൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? സോ ആ പീരിയോഡിക് ടേബിളിലെ 5th ഗ്രൂപ്പിലാണ് നമ്മുടെ ഈ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ഉള്ളത്. ഓക്കെ, അപ്പം പീരിയോഡിക് ടേബിളിലെ 5th ഗ്രൂപ്പ് എലമെന്റ് ആണ് നമ്മുടെ പെന്റാവാലന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ പെന്റാവാലന്റ് എലമെന്റ്സ് ആണ് നമ്മൾ ഡോപ്പന്റ്. ഓക്കെ, ഡോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എലമെന്റിനെ നമ്മൾ ഡോപ്പന്റ് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. സോ ഡോപ്പന്റ് എലമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഡോപ്പിങ്ങിനകത്ത് എന്ത് ചെയ്യും? ഈ പറയുന്ന പോലെ ഫോസ്ഫറസ്, ആർസനിക് ഒക്കെ ആണ് യൂസ് ചെയ്യുന്നത്. അത് സിലിക്കോൺ ലൈക്ക് സെമി കണ്ടക്ടർ മെറ്റീരിയലും ആയിട്ട് ആഡ് ചെയ്യും. ഓക്കെ, സോ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യും. സിലിക്കോൺ ആറ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യും. സോ ആ ഇലക്ട്രോണിനെയാണ് എന്ത് ഡോണർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി എന്ത് ചെയ്തു? ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു അല്ലെ? സോ ആ ഇമ്പ്യൂരിറ്റി ഒരു ഡോണറായിട്ട് ആക്ട് ചെയ്തു. നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ഡോണറായിട്ട് ആക്ട് ചെയ്തു, എക്സസ് ഇലക്ട്രോൺ നമുക്ക് തന്നു. ഓക്കെ, സോ
എന്താണ് ഈ എക്സസ് ഇലക്ട്രോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കണ്ടക്ടിവിറ്റി ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് എക്സസ് ഓഫ് നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ ഗിവ്സ് റൈസ് ടു ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ വിത്ത് ഹൈ ഇലക്ട്രോൺ കണ്ടക്ടിവിറ്റി. ഈ പറയുന്ന പോലെ ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. സോ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോപ്പിങ്ങിന്റെ ഫിഗർ ആണിത്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ കയ്യിൽ 4 വാലൻസ് ഇലക്ട്രോൺ ഉള്ള സിലിക്കോൺ ആറ്റം ഉണ്ട്. അതുപോലെ ആന്റിമണി എന്ന് പറയുന്ന പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ഉണ്ട്. ഓക്കെ, സോ ആന്റിമണിയില് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ 5 ഇലക്ട്രോൺസ് ഉണ്ട്. ആ റെഡ് എന്ന് പറയുന്നത് എക്സസ് ആയിട്ടുള്ള 5ാമത്തെ ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു, ഈ പറയുന്ന പോലെ ആ റെഡ് ഇലക്ട്രോൺ മാത്രം ഫ്രീ ആയിട്ട് നിന്നു. ഡോണർ ആറ്റം എന്ത് ചെയ്തു, ഒരു ഫ്രീ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു. അതേപോലെ പി ടൈപ്പ് ആവുമ്പോഴത്തേക്കും എന്താണ്, പി ടൈപ്പ് ഡോപ്പിങ്ങിനകത്ത് സംഭവിക്കുന്ന എന്താണ്, ഈ പറയുന്ന പോലെ നമ്മൾ പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയലില് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. സോ ഈ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി നമുക്ക് എവിടെ നിന്ന് കിട്ടും, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 3 എലമെന്റ്സിനെയാണ് നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗ്രൂപ്പ് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 3 എലമെന്റ്സ് നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പി ടൈപ്പിനകത്തുള്ള ഈ പറയുന്ന പോലെ ഇമ്പ്യൂരിറ്റീസിന് അറിയാൻ പറ്റും. ഓക്കെ, സോ ഈ പറയുന്ന പോലെ എന്താണ് പെന്റാവാലന്റ് ട്രൈവാലന്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എക്സസ് ഹോൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എക്സസ് ഹോള് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം എന്താണ്, ദീസ് അക്സെപ്റ്റർ ആറ്റംസ് അട്രാക്ട് നിയർ ബൈ ഇലക്ട്രോൺസ് അല്ലെ. ഹോൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിയർ ബൈ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. സോ ക്രിയേറ്റിംഗ് സ്പേസസ് ഫോർ ന്യൂ ഇലക്ട്രോൺസ് ടു മൂവ്. സോ അഗെയിൻ ഒരു ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുമ്പം ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. അഗെയിൻ അത് നിയറസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, സോ അപ്പം ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ എന്താണ്, അവിടെ ഹോൾ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ. സോ അതുകൊണ്ടാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പി ടൈപ്പ് ഡോപ്പിംഗ് എലമെന്റ് തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണിത്. സിലിക്കോൺ അഗെയിൻ വാലൻസ് ബാൻഡിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. നമ്മൾ എടുത്തേക്കുന്ന ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ബോറോൺ ആണ്. ബോറോണിൽ 3 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ബാൻഡിൽ ഉള്ളത്. സോ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ കുറവായിരിക്കും. സോ ആ ഇലക്ട്രോൺ കുറവുള്ള പൊസിഷനിൽ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. സോ ആ ഹോൾ എന്ന് പറയുന്നത് എന്താണ്, അക്സെപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ നിയർ ബൈ ഇലക്ട്രോണിനെ അത് അട്രാക്ട് ചെയ്യും. ദെൻ നമ്മൾ അറിയേണ്ട ഇത്രയാണ് എന്ത് സെമി കണ്ടക്ടറിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, ദെൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ടേം ആണ് ഫെർമി എനർജി ലെവൽ എന്നുള്ള ടേം. ഓക്കെ, ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ടേം ആണ്. സോ ബേസിക്കലി ഇത് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, സോ ഫെർമി എനർജി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്, ഫെർമി ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. സോ അതിന്റെ ഒരു പ്രോബബിലിറ്റിനെയാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ പ്രോബബിലിറ്റി ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഫെർമി എനർജി ലെവൽ ഇൻ ദ സെമി കണ്ടക്ടേഴ്സ് ഈസ് റെഫേർഡ് ആസ് ദ എനർജി ലെവൽ. അതൊരു എനർജി ലെവൽ ആണ് വിത്തിൻ ദ ബാൻഡ് ഗ്യാപ്പ് where the probability of finding an electron is 50%. ഓക്കെ, അപ്പൊ ഈ ഫെർമി എനർജി ലെവൽ എവിടെയാണ് ഉള്ളത്, നമ്മുടെ ബാൻഡ് ഗ്യാപ്പില്ലേ, ബാൻഡ് ഗ്യാപ്പിലാണ് ഫെർമി എനർജി ലെവൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ബാൻഡ് ഗ്യാപ്പിനകത്ത് 50% എങ്കിലും ഇലക്ട്രോൺസ് ഇരിക്കാനുള്ള, ഓക്കെ, പ്ലേസ് ആയിട്ടിരിക്കാനുള്ള പ്രോബബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലാണ്. ഓക്കെ, ഫെർമി ലെവൽ എപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലാണ്. സോ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ നമ്മൾ എനർജി ബാൻഡ് എടുക്കുവാണെങ്കിൽ ബാലൻസ് ബാൻഡിന്റെ മുകളിലായിട്ടായിരിക്കും ഫെർമി ലെവൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഇലക്ട്രോൺസിന് എനർജി കിട്ടും. ഓക്കെ, സോ ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യും.
ആണല്ലോ. സോ വാലൻസ് ബാൻഡിൽ എന്താണ്, ഹോൾസ് ലീവ് ചെയ്തിട്ടായിരിക്കും ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൽ പോകുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുമ്പോ എന്ത് സംഭവിക്കും, ഈ ഫെർമി ലെവല് ഇപ്പൊ ബാലൻസ് ബാൻഡിന്റെ തൊട്ട് മുകളിൽ ഇരിക്കുന്ന എന്ത് ചെയ്യും, മിഡിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ അതിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ഓക്കെ, സോ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണ്, ഈ പറയുന്ന പോലെ വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. സോ വാലൻസ് ബാൻഡിൽ നമ്മൾ ഒരു എനർജി അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോയിട്ട് വാലൻസ് ബാൻഡിൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. ആണല്ലോ. സോ എന്ത് പറഞ്ഞു, ഫെർമി ലെവല് വാലൻസ് ബാൻഡിന്റെ തൊട്ട് മുകളിൽ നിന്ന് ഒരു മിഡിൽ പോർഷനിലോട്ട് പോകുമെന്ന് പറഞ്ഞു. അതാണ് ഫെർമി ലെവലിന്റെ പൊസിഷൻ മിഡിലായിട്ട് വന്നത്. ഇനി എക്സ്ട്രിൻസിക് ടൈപ്പ് സെമി കണ്ടക്ടറിലാണെങ്കിൽ എൻ ടൈപ്പും പി ടൈപ്പും ഉണ്ട്. സോ എൻ ടൈപ്പില് ഫെർമി ലെവൽ എന്ന് പറയുന്നത് എവിടെയാണ്, കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. അതുപോലെ പി ടൈപ്പിലാണെങ്കിൽ ബാലൻസ് ബാൻഡിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഫെർമി ലെവൽ വരുന്നത്. സോ ഫെർമി ലെവലിന്റെ പൊസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതേപോലെ എന്താണ് എനർജി ഗ്യാപ്പ് എന്ന് ഞാൻ പറഞ്ഞു. ആ എനർജി ഗ്യാപ്പിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർബിഡൻ ബാൻഡ് എന്നും പറയുന്നത്. ഓക്കെ, ദ ഫോർബിഡൻ ബാൻഡ് ഈസ് ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ബാലൻസ് ബാൻഡ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഗ്യാപ്പ്, നമ്മൾ ഈ ഗ്യാപ്പ് വെച്ചിട്ടാണ് സെമി കണ്ടക്ടറിന്റെ ബിഹേവിയർ മൊത്തം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഈ ഗ്യാപ്പിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, സോ എന്താണ് ഫോർബിഡൻ ബാൻഡിന്റെ അല്ലെങ്കിൽ എനർജി ഗ്യാപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് നോക്കാം. സോ ഈ പറയുന്ന എനർജി ഗ്യാപ്പില് ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും പ്രസന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനർജിയും ഉണ്ടാവില്ല. ഓക്കെ, ദെൻ ഈ പറയുന്ന വിഡ്ത്ത്, എനർജി ഗ്യാപ്പിന്റെ വിഡ്ത്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, എനർജി ഗ്യാപ്പിന്റെ ഗ്യാപ്പ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, സബ്സ്റ്റൻസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എനർജി ഗ്യാപ്പ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇത് നാലുമാണ് എനർജി ഗ്യാപ്പിന്റെ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ്, എനർജി ഗ്യാപ്പിൽ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും പ്രസന്റ് ആയിരിക്കില്ല, എനർജി ഉണ്ടാവില്ല. അതുപോലെ തന്നെ സബ്സ്റ്റൻസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പിന്റെ വിഡ്ത്ത് ഉണ്ടാവുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇത്രയുമാണ് എന്താണ് സെമി കണ്ടക്ടർ, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് വരാനുള്ള ബേസിക് കാര്യങ്ങൾ. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇൻ ഡെപ്ത് നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഓരോ വേർഡ്സ് നമുക്ക് ക്ലിയർ ആവണം. അതുപോലെ തന്നെ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സും സ്പെസിഫിക്കേഷനും എല്ലാം ക്ലിയർ ആയിരിക്കണം. എന്താണ് വാലൻസ് ബാൻഡ്, എന്താണ് കണ്ടക്ഷൻ ബാൻഡ്, എന്താണ് എനർജി ഗ്യാപ്പ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ ട്രൈവാലന്റ്, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ്, ഇത് ഏതൊക്കെയാന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ആണ് കേട്ടോ. അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇന്ന് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ഏതാ, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ഏതാന്ന് ചോദിക്കാം. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഇത്രയും നോക്കിയതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺസ് ഫ്രം ദ വാലൻസ് ബാൻഡ് റൈസ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് when the temperature is greater than 0K. Is it true or false? ഓക്കെ, അപ്പോ ഈ പറയുന്ന ടെമ്പറേച്ചർ 0 കെൽവിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ എന്ത്, വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺസ് റൈസ് ആയി പോകും എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് ട്രൂ ആണ്. ഓക്കെ, എന്താണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇലക്ട്രോണിന് എനർജി കിട്ടും. സോ എക്സൈറ്റ് ചെയ്തിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ തെർമൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദ ഹോൾസ് ഇൻ ദ വാലൻസ് ബാൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഓക്കെ, അപ്പോ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആണ്. ഓക്കെ, സോ സ്റ്റഡി സ്റ്റേറ്റില് കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസും അതേപോലെ തന്നെ വാലൻസ് ബാൻഡിന്റെ ഹോൾസും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്.
ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്, സെക്കൻഡ് ഫെർമി എനർജി ലെവൽ, സി എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി, ഡി എന്ന് പറയുന്നത് നെയ്തർ എ നോർ ബി ആണ്. ഓക്കെ, സോ ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ്. അതായത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടക്ഷൻ ബാൻഡിന്റെ ഇലക്ട്രോൺസും ബാലൻസ് ബാൻഡിലെ ഹോൾസും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ സ്റ്റേറ്റിന്റെ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ ഫെർമി എനർജി ലെവലിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, next question. The forbidden energy band gap in conductors, semiconductors and insulators are EG1, EG2 and EG3 respectively. Okay. Then the relation among them is. അപ്പം നമ്മുടെ കയ്യിൽ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സിന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഉണ്ട്. സോ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷനിൽ ഈ 3 എനർജി ഗ്യാപ്പും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷനിൽ EG1 അതായത് കണ്ടക്ടറിന്റെ വളരെ കുറവ്, ദെൻ സെമി കണ്ടക്ടറിന്റെ എനർജി ഗ്യാപ്പ്, ദെൻ ഇൻസുലേറ്റേഴ്സിന്റെ എന്നുള്ളതാണ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് EG1 ഗ്രേറ്റർ ദാൻ EG2 ഗ്രേറ്റർ ദാൻ EG3, അതായത് കണ്ടക്ടറിന്റെ ഗ്യാപ്പ് കൂടുതൽ സെമി കണ്ടക്ടറിന്റെ തൊട്ട് മുകളിൽ, ദെൻ ഇൻസുലേറ്റേഴ്സിനാണ് ഏറ്റവും കുറവായിട്ട് പറയുന്നത്. ദെൻ ഈ പറയുന്ന പോലെ ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് EG1 ലെസ് ദാൻ EG2 ഗ്രേറ്റർ ദാൻ EG3. സോ ഫോർബിഡൻ എനർജി ഗ്യാപ്പിന് എങ്ങനെയാണ് റിലേഷൻ വരുന്നത്? കണ്ടക്ടേഴ്സിലാണെങ്കിൽ നമുക്ക് എന്താണ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ബാലൻസ് ബാൻഡും പറയുന്ന കണ്ടക്ഷൻ ബാൻഡും ഇരിക്കുന്നത്. സെമി കണ്ടക്ടറിലാണെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ്, ഇൻസുലേറ്റേഴ്സിലാണെങ്കിൽ ഇതിന് രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വലിയ ഗ്യാപ്പുമാണ്. സോ ഓപ്ഷൻ ഏതാണ്? EG1 ലെസ് ദാൻ EG2 ലെസ് ദാൻ EG3. Okay. The fourth question, what is the SI unit of conductivity? നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും മൂവ്മെന്റ് മൂലം ഉണ്ടാവുന്നത് കണ്ടക്ടിവിറ്റി ആണല്ലോ. സോ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്നത് ഓം മീറ്റർ ഇൻവേഴ്സ് ഓം മീറ്റർ, ഇത്രയാണ് 4 ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. സോ എന്താണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. എങ്ങനെയാണ്? കണ്ടക്ടിവിറ്റിയുടെ ഫോർമുല എന്താണ്? സിഗ്മ ഈക്വൽ ടു 1/ρ. ഓക്കെ, റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ അതിന്റെ ഇൻവേഴ്സ് ആണ് വരുന്നത്. സോ എന്താണ്? ഓം മീറ്റർ ഇൻവേഴ്സ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ കണ്ടക്ടിവിറ്റിയുടെ ഫോർമുല സിഗ്മ ഇസ് ഈക്വൽ ടു 1/ρ. സോ അതിൽ നിന്ന് റോയുടെ യൂണിറ്റ് ഓമീറ്റർ ആണ്. സോ അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും നമ്മുടെ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇൻസുലേറ്റർ ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ്. ഓക്കെ, ഒരു ഇൻസുലേറ്റർ ഉണ്ട്. ഓക്കെ, സോ അതിന്റെ ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 1.1, അതേപോലെ എന്താണ് 1 ഇലക്ട്രോൺ വോൾട്ട്, 5 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, 0.1 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, 1 ഇലക്ട്രോൺ വോൾട്ട്, 5 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് ഓപ്ഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ പർട്ടിക്കുലർ മെറ്റീരിയൽസിന് നമ്മൾ എന്ത് പഠിച്ചു? ഈ പറയുന്ന പോലെ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന്റെ എനർജി ഗ്യാപ്പ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇൻസുലേറ്ററിന് എത്രയായിരിക്കും വരുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, സോ 5 ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോർബിഡൻ ഗ്യാപ്പ് ഇൻ ദ എനർജി ബാൻഡ്സ് ഓഫ് ജെർമേനിയം അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് എബൌട്ട്. ഓക്കെ, ജെർമേനിയത്തിന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1.1 ഇലക്ട്രോൺ വോൾട്ട്, ബി 0.1 ഇലക്ട്രോൺ വോൾട്ട്, സി 0.67 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് ഡി എന്നുള്ളത് 6.7 ഇലക്ട്രോൺ വോൾട്ട്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ.
ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 0.67 ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളതാണ് ജെർമേനിയത്തിന്റെ എന്ത് എനർജി ഗ്യാപ്പ് വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ കണ്ടീഷൻ നോക്കിക്കോളണം, റൂം ടെമ്പറേച്ചറിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇൻസുലേറ്റർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ ഇൻ ജനറൽ ഈസ്. ഓക്കെ ഓക്കെ, നമ്മുടെ ഇൻസുലേറ്റർ എടുക്കുവാണെങ്കിൽ അതിന്റെ വാലൻസ് ഷെല്ലില് ജനറൽ ആയിട്ട് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ലെസ് ദാൻ 4, ദെൻ മോർ ദാൻ 4, സി ഈക്വൽ ടു 8, ഡി നൺ ഓഫ് ദീസ്. ഓക്കെ, ഇത് 4 തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ആൻസർ എങ്ങനെ കിട്ടും? നമ്മൾ ആലോചിക്കുകയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടിവിറ്റി ഇല്ല അല്ലേ? സോ വാലൻസ് ഇലക്ട്രോൺ മൂവ് ചെയ്താലാണ് എന്ത് സംഭവിക്കുന്നത്? കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നത് അല്ലേ? സോ വാലൻസ് ഇലക്ട്രോൺ മൂവ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? ഫില്ലായിട്ടിരുന്ന് സ്റ്റേബിൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, സോ ജനറൽ ആയിട്ട് ഇൻസുലേറ്ററിന്റെ വാലൻസ് ഷെല്ലില് എന്താണ്? 8 ഇലക്ട്രോൺസ് ഉണ്ടാവേണ്ടത്. സോ ഓപ്ഷൻ സി ഈക്വൽ ടു 8 എന്നുള്ളതാണ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടർ വെൻ ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിന്റെ ചേഞ്ച് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ. ഇറ്റ് വിൽ ഇൻക്രീസ്, സെക്കൻഡ് ഓപ്ഷൻ ഇറ്റ് വിൽ ഡിക്രീസ്, ആൻഡ് തേർഡ് ഓപ്ഷൻ ഇറ്റ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. ഓക്കെ, സോ എന്തായിരിക്കും വരുന്നത്? നോക്കുവാണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണ്. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബാലൻസ് ബാൻഡിന്റെ ഈ പറയുന്ന പോലെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. സോ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്? കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു. കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ മീൻസ് അതിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്തു എന്നാണ്? ഡിക്രീസ് ചെയ്തു എന്നുള്ളതാണ് മീനിങ് അല്ലേ? സോ ഓപ്ഷൻ 2 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇറ്റ് വിൽ ഡിക്രീസ് എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. സോ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിലിതാ നിങ്ങൾക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഇംപ്രസീവ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക് എന്നിവയടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 1999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.